പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പഴയ യാത്രകളല്ല. ഈ അടുത്ത ദിവസം ഞാൻ കോതമംഗലത്ത് നിന്ന് വണ്ണപ്പുറത്തേക്ക് പോകുമ്പോൾ ഏകദേശം സന്ധ്യാസമയത്ത് എൻ്റെ മുന്നിൽ പോയിരുന്ന ഒരു ബൈക്ക് എനിക്ക് ഡാഷ് കാം ഓണായിരുന്നു. ഞാൻ വഴി ശ്രദ്ധിച്ചെങ്കിൽ പോലും എന്താ സംഭവിച്ചെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഒരാൾ വഴി കിടക്കുന്നു. മുൻപിൽ പോയ ബൈക്ക് അദ്ദേഹം നടന്നു പോയാളെ ഇടിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് തന്നെ നിർത്താനൊത്തു. വീണയാളുടെ ദേഹത്ത് തട്ടുകയോ അല്ലെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും വരാത്ത രീതിയിൽ ഞാൻ വാഹനം നിർത്തി. പെട്ടെന്ന് മുൻപിൽ പോയ ബൈക്ക് നിർത്തിയിട്ട് ഒരാൾ ഓടി വന്ന് ഇദ്ദേഹത്തെ പിടിക്കുന്നു. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ എണീപ്പിച്ചു. അപ്പം ഞാൻ അടുത്തോട്ട് മാറ്റി നിർത്തി ചോദിച്ചു, അപ്പോൾ എണീപ്പിക്കുന്നതിന് മുമ്പ് എതിരെ ഒരു വണ്ടി വരുന്ന സീൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നല്ല നീട്ടി ഓണടിക്കുന്നുണ്ട്. അത് ഇതിൽ നിന്ന് എടുത്തു കളഞ്ഞ ആ ശബ്ദം. അപ്പോൾ അതുകൊണ്ട് അവരും നിർത്തി. ഞാൻ ലൈറ്റൊക്കെ ഡിമ്മിങ് ബ്രൈറ്റ് അടിച്ച് കാണിച്ചപ്പോഴത്തേക്ക് അവർ നിർത്തി. അപ്പോൾ ബൈക്കിൽ പോയിരുന്ന ആൾ ഓടി വന്ന് ഇദ്ദേഹത്തെ പിടിച്ച് എണീപ്പിച്ചു. ഞാനിറങ്ങി ചെല്ലാൻ വേണ്ടി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, ആക്സിഡൻ്റ് ആയതല്ല, എൻ്റെ വണ്ടിയുടെ പുറകിൽ ഇരുന്ന ആൾ വഴി വീണതാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ, രാത്രി സമയമായതുകൊണ്ടും കുറച്ച് ദൂരെ നിന്നായതുകൊണ്ട് നമുക്കത്ര കൃത്യമായിട്ടത് കിട്ടുന്നില്ലെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ എത്ര വലിയൊരു അപകടത്തിൽ നിന്നാണ് ഞാനും ആ വഴി വീണ ആളും രക്ഷപ്പെട്ടതെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയാണ്. കുറച്ചധികം സ്പീഡിലോ ശ്രദ്ധയില്ലാതെ വരികയോ അല്ലെങ്കിൽ ഞാൻ ആ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹം വീഴുന്നതെങ്കിലും എൻ്റെ വണ്ടി അദ്ദേഹത്തെ തട്ടുമായിരുന്നു. വലിയൊരു അപകടത്തിന് സാധ്യതയുണ്ട്. എല്ലാം ദൈവാനുഗ്രഹത്താൽ ഒരു അപകടവും കൂടാതെ രക്ഷപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഡാഷ് കാം കൃത്യമായിട്ട് ഞാൻ ഓണാക്കി വയ്ക്കാറില്ല. ഇപ്രാവശ്യം എന്തായാലും ഭാഗ്യത്തിൽ ഇത് ഓണായിരുന്നു. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ തന്നെ നമ്മളൊരു അപകടത്തിൽ പെട്ടാൽ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വിധത്തിൽ അത് ഉപകാരപ്പെടുമെന്നുള്ളതും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വീഡിയോ ഒന്ന് കാണുക. ബാക്കി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ.